ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. റമദാൻ തീരാറായില്ലേ? എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയത്. അപ്പം ഇന്നത്തെ നമ്മളെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ടാവുന്ന ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ കമൻ്റായിട്ട് ഇടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് രാവിലെ തന്നെ നമ്മൾ അരിയൊക്കെ വെള്ളത്തിലിടാൻ മറന്നേനു കേട്ടോ, ദോശക്കില്ലേ. അപ്പോൾ ഇന്നലെ രാത്രി നൂഹക്കുട്ടിക്ക് നല്ല പനിയൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ അത്താഴത്തിന് നീച്ചാലാണ് ഇടൽ. അങ്ങനെ അതൊക്കെ മറന്നു കേട്ടോ. പിന്നെ രാവിലെ തുണി കഴുകലൊക്കെ കഴിഞ്ഞിട്ടാണ് ഓർമ്മയത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഞാൻ ആട്ടമാവ് വെച്ചങ്ങാണ്ട് ദോശ മാവ് ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങ, ഒരു മുറി തേങ്ങ എടുത്തു. പിന്നെ ഒരു ഗ്ലാസ്സിലാട്ടെടുത്തിക്കണ അവിലും പിന്നെ കുറച്ച് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ഗോതമ്പപ്പൊടി നമ്മൾ ആദ്യം അവിടെ ഇട്ട് കൊടുക്കരുത്. കാരണം അതതിൻ്റെ അടിയിൽ ആ ബ്ലേഡുമ്മൊക്കെ ആയിങ്ങാണ്ട് കട്ടയായി കിടക്കും. അപ്പോൾ നമ്മൾ ആദ്യം തേങ്ങയും അവിലും ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് വേണം നമ്മളിത് മിക്സിയിൽ ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ കേട്ടോ. ഒന്ന് അരക്കണം. അപ്പോൾ ഞാനൊരു സ്പൂണൊക്കെ വെച്ച് നല്ലോണം ഇളക്കിയേക്കണ്. പിന്നെ നമ്മൾ സാധാ നമുക്കറിയാലോ മാവ് എത്ര കണ്ട് വേണമെന്നൊക്കെ. നമുക്കിപ്പോൾ സ്ഥിരമായി മാവ് ഉണ്ടാക്കണോലിക്കാവുമ്പോൾ നമുക്ക് എത്ര മാവ് വേണം അതിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് മതിയല്ലോ. അപ്പോൾ ഈ ജാറിൽ ഇത്ര അളവ് എന്ന് കണ്ടാൽ അറിയാം. അപ്പോൾ അത്ര കണ്ടാണ് കേട്ടോ ഞാൻ എടുത്തിക്കണത്. അപ്പം അങ്ങനെ അതൊക്കെ അരച്ച് അവിടെ കൂട്ടി വെച്ചു. പിന്നെ നമുക്കിന്ന് അയില മീനാണ് കേട്ടോ കിട്ടിയിരിക്കണത്. അപ്പോൾ അതിലൊന്ന് പുളിമുളക് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറേ പ്രാവശ്യം കാണിച്ചതല്ലേ. പിന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ നമ്മൾ എന്നത്തെയും പോലെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ച് പച്ചമുളകും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റി പിന്നെ നമ്മൾ മസാലകൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് പുളിയൊക്കെ പാർന്ന് അത് തിളച്ചപ്പോൾ ഉപ്പും ഇട്ട് കുറച്ച് കുരുമുളകും പൊടിയൊക്കെ ഇട്ട് തിളച്ചപ്പോൾ മീനിട്ട് അങ്ങനെ വറ്റിച്ചെടുത്തേക്കാണ് കേട്ടോ. പിന്നെ ഈ കുക്കറിൽ കാണുന്നത് ഞാൻ കുറച്ച് പച്ചക്കറി ഉണ്ടായിരുന്നു. അത് നമ്മളിങ്ങനെ കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചാലും അല്ലെങ്കിൽ അത് ഒരു ഉണങ്ങിയ മാതിരിയാവും, അല്ലെങ്കിൽ ചീഞ്ഞു പോവും. നമ്മൾ അതിനൊന്നും വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ബാക്കി ഉണ്ടായതുകൊണ്ട് ഒരു ചെറിയൊരു സാമ്പാറും കൊണ്ട് വെച്ചിരിക്കണം കേട്ടോ. അപ്പം ഇനി പൊരിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായിക്കണ്. അപ്പം നമുക്കൊരു പൊരിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പക്കവടയാണ് ഉണ്ടാക്കുന്നത്. ഉള്ളി വെച്ചില്ല പക്കവട. അപ്പോൾ ഞാൻ കുറച്ച് മൈദമാവും കുറച്ച് കടലമാവും പിന്നെ കുറച്ച് അരിപ്പൊടി ഒരു ഞാനിപ്പോൾ ഈ കാണിച്ചു തന്ന ഈ കയ്യിൽ പോലത്തെ സാധനം ഉണ്ടല്ലേ കോരിനെ, അതിലൊരു കപ്പ് എടുത്തിട്ടുള്ളൂ, ഒരു പാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് എടുക്കാൻ മറന്നേനു. പിന്നെ ഞാൻ ലാസ്റ്റ് കൂട്ടിയിരിക്കാം കേട്ടോ. പിന്നെ ഉപ്പും ഒരു നുള്ളു സോഡാപ്പൊടിയും കുറച്ച് മുളകും പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ പാടിട്ടുങ്ങാണ്ട് നല്ലോണം ഒന്ന് കുഴച്ച് റെഡിയാക്കിയിട്ട് പിന്നെ നമ്മളതിലേക്ക് ഉള്ളിയും കൂടി സവാള അരിഞ്ഞ് വെച്ചതുണ്ടായിരുന്നു അതും കൂടി കൂട്ടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം വെച്ചാൽ നല്ലോണം പൊന്തി വരും. പക്ഷെ അത് തണുക്കാൻ നിൽക്കരുത്. നമുക്ക് ചൂടോട് കൂടെയാണ് കറുമുറ് പറഞ്ഞ് തിന്നാട്ടോ. നല്ല ടേസ്റ്റാട്ടോ. അത് നോമ്പിനല്ലെങ്കിലും ഉണ്ടാക്കാം. നമുക്ക് എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ പാത്രത്തിലിട്ട് ഇങ്ങനെ ചൂടാറാത്ത പാത്രത്തിലൊക്കെ ഇട്ട് ഇങ്ങനെ പോകുമ്പോൾ സ്നാക്സാക്കി കഴിക്കാം. അതിനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളെ പൊരിപ്പ് കണ്ടോ. ഇതേപോലെ അങ്ങോട്ട് അരിയും ചെയ്ത് മുറുകും ചെയ്ത് അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമുക്ക് അതിൽ ഉള്ളി ഇട്ടുങ്ങാണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം കേട്ടോ. വെള്ളം വിട്ടുകൊണ്ടായ ഒരിതുണ്ടാവില്ല കേട്ടോ. പിന്നെ മുറുകിയാലും പറ്റൂല.
അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്നും ഇടാൻ തന്നെ തോന്നുന്നില്ല, വീഡിയോ ഒന്നും ആരും കാണുന്നതന്നെയല്ല. നോമ്പായിട്ട് എന്തെത്താന്നാവോ. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വന്നിട്ട് ഇനി നമുക്കിത് ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓരോ നുള്ളു ഇങ്ങനെ ആക്കിയാണ്ട് ഇട്ട് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാട്ടോ, അടിപൊളിയാണ്. ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുത്ത് ഇനി നമുക്കത് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ടുങ്ങാണ്ട് നല്ലോണം ഒന്ന് പൊരിഞ്ഞ് വരുമ്പോഴേ നമുക്ക് കോരി മാറ്റാം. തിരിച്ചു മറിച്ചിങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാലേ എല്ലാ ഭാഗവും. നല്ലോണം തീ കത്തിച്ചാൽ അതേപോലെ കരിഞ്ഞു പോകും, ഉള്ളൊന്നും വേകൂല. അപ്പോൾ അതൊക്കെ തീയിലിട്ടുങ്ങാണ്ട് ഇങ്ങനെ വേവിച്ചാൽ മതി കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയാണ്, സൂപ്പറാണ്. ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. സിമ്പിളാണ് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ കണ്ടോ, കിറുകിറ് ഇതിങ്ങനെ പൊട്ടിച്ചുമ്പോഴൊക്കെ. ഇന്നത്തെ ചെറിയൊരു വീഡിയോ തന്നെയാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊരിപ്പും കൂടിയാണ്. നോമ്പ് മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേന് മഴയൊക്കെ പെയ്തിരുന്നു കേട്ടോ ഇവിടെ. സാമ്പാർ കടു വറുത്തിട്ടുണ്ടായില്ല, അപ്പം അതൊന്ന് തൂമിച്ച് വയ്ക്കുകയാണ് കേട്ടോ. അടുപ്പ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കരുതി അങ്ങനെ മാറ്റി വെച്ചതേന്നു. അപ്പം അതൊന്ന് തൂമിച്ചെടുത്തു. അപ്പം ഇന്ന് നമുക്ക് ദോശയും സാമ്പാറുമാണ്. അപ്പോൾ ദോശ ഇങ്ങനെ ഓരോന്നോരോന്ന് ചുട്ടും കൊണ്ടിരിക്കുന്നുണ്ട്. ദോശയും കൂടി ചുട്ടാൽ നമ്മളെ പരിപാടിയൊക്കെ തീരും ഒരുവിധമൊക്കെ. ലാസ്റ്റ് ചുടാ ദോശ എന്ന് വിചാരിച്ചങ്ങാണ്ട് ലാസ്റ്റൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട്, അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ് കേട്ടോ. വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും കേട്ടോ. അപ്പോൾ ഇടുന്ന വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളെ നോമ്പ് തുറ സ്പെഷ്യൽ ഇന്നത്തെ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.